ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ജേർണലിംഗ് ആണ്. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നതിനാണ് ജേർണലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജേർണലിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് നിൽക്കും മനസ്സിലാക്കി തരാം. ജേർണലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലൂടെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമുക്കൊരു കോൺഫിഡൻസും ഫീലിംഗ് ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് ആയിരിക്കും അത്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളത് വാക്കുകളിലൂടെ എഴുതി ഇങ്ങോട്ട് ബുക്കിൽ എഴുതി വെക്കാം. ആ ഒരു ഫീലിംഗിൽ നിന്നാണ് നമുക്ക് പിറ്റേ ദിവസം വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത് അല്ലേ. അതാണ് നമ്മൾ ഈ ജേർണലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിത പങ്കാളികളോട് ഷെയർ ചെയ്യും, പിന്നെ നമ്മളുടെ സുഹൃത്തുക്കളോടൊക്കെ ഷെയർ ചെയ്യും. പിന്നുള്ള രഹസ്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത രഹസ്യങ്ങളാണ് നമ്മളിങ്ങനെ ജേർണലിംഗ് ആയിട്ട് എഴുതി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സെൽഫ് അവെയർനെസ് വർദ്ധിക്കും. പിന്നെ നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ലേഡിയായിട്ട് മാറാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു 5 ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ മനസ്സിനോട് ചോദിക്കേണ്ട 5 ക്വസ്റ്റ്യൻസ്. നിങ്ങളൊരു പുസ്തകം എടുത്ത് അതിലേക്ക്, ആ പുസ്തകത്തിലേക്ക് നോക്കുക, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യന് ആൻസർ എഴുതി വെക്കാം. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ എന്താണ്? എന്ത് കാര്യം ചെയ്തപ്പോഴാണ് നിങ്ങൾ പവർഫുള്ളായിട്ട് തോന്നിയത്? ഞാനൊരു വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടുള്ളൂ, ഞാനൊരു വലിയ സംഭവമാണെന്നൊക്കെ പറയൂലേ, അങ്ങനെ പറയാൻ മാത്രം വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കാം. രണ്ടാമതായിട്ട്, ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവം, അത് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു, അതിനെ ഓവർകം ചെയ്തു, നിങ്ങൾ അത് ചെയ്തു, ആ ഒരു കാര്യം എന്താണെന്നുള്ളത് എഴുതി വെക്കാം. പിന്നെ മൂന്നാമതായിട്ട്, നിങ്ങളിലുള്ള ഒരു ഗുണം, നിങ്ങളിൽ ഒരു ഗുണമല്ല ഒരുപാട് ഗുണങ്ങളുണ്ടാവും, അതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ 3 എഴുതി വെക്കാം. പിന്നെ നാലാമതായിട്ട്, മോസ്റ്റ് പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എഴുതി വെക്കാം. നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് അഭിമാനം തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ടാവുമല്ലോ, അതിൽ ഒരു ഒരു സന്ദർഭം എന്താണെന്നുള്ളത് എഴുതാം. പിന്നെ അഞ്ചാമതായിട്ട്, നമ്മൾ ഏത് തരത്തിലുള്ളൊരു ലേഡി ആവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ലേഡി ആവാനാണല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുക. ഒരു ഫിയർലെസ് ആയിട്ടുള്ള, പവർഫുള്ളായിട്ടുള്ള, ഫിനാൻഷ്യലി ഫ്രീ ആയിട്ട് ചിന്തിക്കുന്ന, നല്ലൊരു ഡിവൈൻ കോൺഫിഡൻസ് ഉള്ള ഒരു ലേഡി ആവാനാണല്ലേ നമ്മളെപ്പോഴും ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ജേർണലിങ് ശ്രദ്ധിക്കുക, എപ്പോഴും ചെയ്യാനായിട്ട് ശീലിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഇത് ശീലമാക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര മാറ്റമായിരിക്കും. അപ്പോൾ എല്ലാവരും സ്ട്രോങ് ആവാനായിട്ടും കോൺഫിഡൻ്റ് ആവാനായിട്ടും ഇത് ശീലമാക്കാനായിട്ട് ശ്രമിക്കുക.